ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ സോഷ്യൽ മീഡിയയ്ക്കോ മലയാളികൾക്കോ ഒന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ലെറ്റ് മീ വെൽക്കം സന്തോഷ് പണ്ഡിറ്റ് ടു അവർ ഷോ. അപ്പം കഴിഞ്ഞൊരു 11 മൂവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 11 മൂവീസും അത്യാവശ്യം കോൺട്രവേഴ്സീസ് മീൻസ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ. ഇപ്പോൾ ഒരു 12ാമത്തെ ഒരു പടം അത്യാവശ്യം വിവാദമായ രീതിയിൽ തന്നെ ആ ഒരു ചിത്രം പുറത്തേക്ക് വരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. 12ാമത്തെ സിനിമ കേരള ലൈവാണ്. വിവാദമാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിന്റെ കണ്ടന്റ് വൈസ് എങ്ങനെ വരുമോന്ന് എനിക്കറിയില്ല. സിനിമ നിരോധിക്കുമോ എന്നൊക്കെ എന്നോട് ചിലർ ഇപ്പൊ ട്രെയിനിൽ വരുമ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇത് നിരോധിക്കേണ്ട കാര്യമൊന്നും അല്ല, അങ്ങനെ അതിലൊന്നുമില്ല. അതായത് വിഷയം 5 വർഷത്തിന് ശേഷം പ്രവാസികൾ മൊത്തം പുറത്തേക്ക് പോയ പ്രവാസികൾ മൊത്തം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് ഈ സിനിമയുടെ കേരള ലൈവ് എന്ന് പറയുന്ന സിനിമയുടെ ത്രെഡ്. അല്ല, എൻ്റെ തുടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പൊ തുടക്കം തന്നെ നമ്മുടെ നായകന്റെ വെരി ഫസ്റ്റ് ഷോട്ട് തന്നെ നായകൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛനും മോനെ നീ വന്നാ, അമ്മയെ പണി പോയി, ശരി. അപ്പം നായകൻ വളരെ കോൺഫിഡൻറ്റോടെ പറയാണ് 10 വർഷം വെള്ളടി പോലെ ഒന്നുമില്ല, കിട്ടിയ പൈസയൊക്കെ ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കിയിട്ടുണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ, നാളെ തന്നെ പോയി ഞാൻ എടുക്കുന്നു, MCA അതൊക്കെ കഴിഞ്ഞാണ്, നല്ലൊരു ഷോപ്പ് തുടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ചെല്ലും. കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടിയിട്ടുണ്ടാവും, പൈസ പോയി കിട്ടി. അപ്പോൾ ഇവൻ എന്നാൽ പിന്നെ ഇനി ബിസിനസ് നടക്കൂല, ഇനി വേറെ വല്ല പണിക്കും പോവാം. ഏത് പണിക്ക് പോയാലും മര്യാദയ്ക്ക് ശമ്പളം കിട്ടൂല. മടുത്ത് അവസാനം ഒരു ഓൺലൈൻ ചാനലുകാർ ഒരിത് കൊടുക്കുകയാണ്. എന്നൊന്നും കഥ ഒരുപാടൊന്നുമില്ല, വളരെ ഫാസ്റ്റിൽ ഇങ്ങനെ പോവാം. തുടക്കം തന്നെ യോഗ്യതയൊന്നും പ്രശ്നമില്ല, നിങ്ങൾ 7ാം ക്ലാസ് തോറ്റാലും പ്രശ്നമില്ല, ജേർണലിസ്റ്റ് റിപ്പോർട്ടറെ വേണം. അപ്പോൾ ഇവൻ വിചാരിക്കുക എന്തായാലും കുഴപ്പമില്ല, നമ്മൾ മാസ്റ്റർ ഡിഗ്രിക്ക് ആണല്ലോ ചെല്ലും. അപ്പോൾ ഒരു ഞങ്ങൾക്ക് ലൈക്കും ഷെയറുമാണ് വേണ്ടത്, നിങ്ങൾ എന്തോ എഴുതിക്കുക, ആരെക്കുറിച്ച് എന്ത് എഴുതിയാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിപിടി ഉണ്ടാക്കുക, വിവാദം ഉണ്ടാക്കിയ ഓക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കും. ഇതാണ് ഇവൻ്റെ. അപ്പോഴും ഇവൻ ചോദിക്കുന്നു, MCG ഒന്നും കഴിയണ്ടേ, അല്ല ജേർണലിസം പഠിക്കണ്ടേ, എവിടുന്ന്, അതൊക്കെ മോഡേൺ ജേർണലിസത്തിന് വിവരം വേണ്ട, നിങ്ങൾക്ക് വിവാദം ഉണ്ടാക്കാനുള്ള കഴിവ് മതിയാണ്. അങ്ങനെയാണ് ഇവൻ ചേരുന്ന ഈ ചാനലിൻ്റെ പേരാണ് ഈ കേരള ലൈവ്. ഈ കേരള ലൈവിൽ ഇവൻ ചേർന്നതിന് ശേഷം വളരെ ആത്മാർത്ഥമായി കുറേ നല്ല നല്ല റിപ്പോർട്ടെല്ലാം കൊണ്ട് കൊടുക്കും. ഇവൻ്റെ ഇവിടെ നടക്കുന്ന പല അഴിമതിയും തട്ടിപ്പൊക്കെയാണ് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവൻ്റെ ബോസായിട്ടുള്ള കുട്ടി എന്ത് ചെയ്യും, ഇതിൻ്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് ഇട്ടിട്ട് ഞാൻ ഇപ്പം മര്യാദയ്ക്ക് ഇത്ര ലക്ഷം തന്നു. പിന്നെ അവർക്ക് ഈ മൂവി റിവ്യൂ എല്ലാം ഉണ്ട്. എത്ര നല്ല സിനിമയാണെങ്കിലും ഇതിൻ്റെ ബോസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി അവരെ ഭീഷണിപ്പെടുത്തും, പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ മോശം റിവ്യൂ ഇടും. കാരണം ഇവർക്കെന്ന് പറഞ്ഞാൽ 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ്. ഇവരിട്ട് കഴിഞ്ഞാൽ ഇവരിത് നോക്കിയിട്ടാണ് മലയാളികൾ സിനിമ കാണണോ വേണ്ടയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നല്ല സിനിമകളെ ഇവർ തകർക്കുന്നു, മോശം സിനിമകളെ പൈസ വാങ്ങിച്ച് നന്നാക്കുന്നു. ഇതുപോലുള്ള കുറേ വിഷയങ്ങൾ, അതായത് നിങ്ങൾ കറണ്ടിലി നിങ്ങൾ കാണുന്ന പല വിഷയങ്ങൾ. ഇതിൻ്റെ കൂടെയാണ് ഇവിടുത്തെ ഒരു വിഭാഗം സ്ത്രീകൾ സ്ത്രീ സമത്വം വേണം, സ്ത്രീയായ മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അപ്പോൾ പാർട്ടിയിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർ പറയും ഒരു കാരണവശാലും സ്ത്രീയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് സ്ത്രീകളും സർക്കാരും തമ്മിലുള്ള പ്രശ്നം. പക്ഷേ ടോട്ടലി സംഭവിക്കുന്നത് ഒരു 5 വർഷത്തിന് ശേഷം പ്രവാസികൾ മുഴുവൻ തിരിച്ചു വരുമ്പോൾ വിദേശ മദ്യ ഷോപ്പിന് മുന്നിൽ ആളില്ല. അങ്ങനെ ഒരു അവസ്ഥയൊന്നും കേരളത്തിൽ വരില്ല, എൻ്റെ ഒരു സ്വപ്നമാണ്, എന്താട്ടെ. പിന്നെ ലോട്ടറി എടുക്കാൻ ആളില്ല, വണ്ടിയൊന്നും കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ആരെങ്കിലും പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ AI ക്യാമറയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരെങ്കിലും വണ്ടി പുറത്തിറക്കിയാണല്ലോ അവനിട്ട് എന്തെങ്കിലും കൊടുക്കാമല്ലോ, ഒന്നുമില്ല. അപ്പോൾ സർക്കാരിന് ടാക്സ് കിട്ടാതാകുമ്പോൾ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുന്നില്ല, 140 MLA-മാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് ഉദ്യോഗസ്ഥരും പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള വലിയൊരു ക്രാഷിലേക്ക് കഥ പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ തൊട്ടുമുള്ള സിനിമ ആതിരയുടെ മകൾ അഞ്ജലിയായിരുന്നു. നിങ്ങളതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ കാണുന്ന പ്രേക്ഷകരോട് പറഞ്ഞു, ഒരു സാധാരണ പടം, നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും വരണ്ട, ഇതിന് അങ്ങനെ ഒന്നുമില്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫീൽ പ്രതീക്ഷിക്കാമോ. ഇതിലും ഞാൻ പറയുന്നത് സാങ്കേതികമായി വലിയ പ്രതീക്ഷ വെക്കണ്ട. കാരണം 5 ലക്ഷത്തിൻ്റെ പടം, 100-ലധികം താരങ്ങൾ വരുന്നു, 8 സോങ് ഉണ്ട്, സോങ് എല്ലാം പുറത്താണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഷില്ലോങ്, ഡാർജിലിംഗ്, ഇപ്പോൾ കുളു മണാലിയിലൊക്കെയാണ് നമുക്ക് സോങ് വരുന്നത്. ഇതൊരു വശം മാത്രമാണ്. ഒരു 3.5 മണിക്കൂറോളം ഉണ്ട് ഈ സിനിമ. പക്ഷെ സാങ്കേതികമായി 5 ലക്ഷം രൂപയ്ക്ക് ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിന് പരിധിയുണ്ട്. പക്ഷേ കഥാപരമായി അതും ഒരു പുതുമയുള്ള പ്രമേയമാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ലെങ്കിലും 2034 ഈ കേരള ലൈവ് എന്ന സിനിമ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്.
കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷ് പണ്ഡിറ്റ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നല്ലേ. ഒരു പ്രവചനം പ്രവചനം പോലെയാണ്. കാരണം ഞാൻ പറയുന്നു, കേരളം എല്ലാ മേഖലയിലും മുന്നിലാണ്. പക്ഷേ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രവാസികളുടെ ഭിക്ഷയാണ് എന്നാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയൊക്കെ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്ന കാര്യം, മദ്യം കൂടുതൽ യൂസ് ചെയ്യുന്നത് പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ്. അപ്പോൾ നിങ്ങളൊക്കെ കോടീശ്വരന്മാർ കഴിക്കുന്നില്ലേ. അപ്പം ഞാൻ പറയും, ഈ കോടീശ്വരന്മാരധികവും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ വലിയ വലിയ എക്സിക്യൂട്ടീവ്മാരായിരിക്കും, വലിയ മാനേജേഴ്സ് ആയിരിക്കും. അവർക്ക് ഓസിക്കെല്ലാം കിട്ടാനുണ്ട്. നോട്ട് ദ പോയിന്റ്. കാരണം നിങ്ങളെപ്പോലെ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു സാധാരണക്കാരനെ പോലെ ഒരു മദ്യഷോപ്പിന് മുന്നിൽ പോയി നിന്നിട്ട് അത് വാങ്ങേണ്ട ഗതികേട് ഇവിടുത്തെ കോടീശ്വരന്മാർക്കില്ല. അതായത് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ വലിയൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ആഴ്ചയ്ക്ക് ഓരോരോ ഇതെല്ലാം വരും. അന്ന് ഫ്രീ ആയിട്ട് ഇവിടെ മദ്യം ഉണ്ട്. ഇയാളെന്തിനും ഇവിടുത്തെ കയ്യിൽ പൈസ കൊടുത്ത് വാങ്ങണം? ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതേപോലെ വ്യക്തിപരമായി എനിക്കാണെങ്കിൽ പോലും ഒരു സെലിബ്രിറ്റി സൈഡിൽ വരുന്നവർ, നിങ്ങളൊരു ഇനോഗ്രേഷന് പോകുന്നു എങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ ഹോട്ടലാണ് കിട്ടുക. അവിടെ നമുക്ക് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊക്കെ നമ്മൾ സാധാരണ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പം ഞാനവിടെ മദ്യം വാങ്ങിച്ച് അവിടെ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 5 പൈസ ചിലവില്ലാതെ ചെയ്യാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടുത്തെ പണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മദ്യത്തിന് വില കൂട്ടുന്നതോ ഇതുപോലുള്ള വിഷയങ്ങൾ അവർക്ക് വിഷയമല്ല. ഇതെല്ലാം പറയാതെ പറയുന്നുണ്ട് ഈ സിനിമയിൽ. ഇപ്പൊ അതിൽ ആ ഒരു അതുകൊണ്ടൊരു വിവാദം മൂവിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു വിമാനത്താവളത്തിന്റെ പേര്, എയർപോർട്ടിന്റെ പേര്, അതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ കറണ്ട് സൊസൈറ്റിയിലെ ജേർണലിസം പഠിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ, ഈ ഒരു കറണ്ട് സൊസൈറ്റിക്കുള്ള ഒരു റിബൽ മറുപടി എന്നുള്ള രീതിയിലാണോ ഈ മൂവിയിൽ കാണിക്കുന്നത്? 2 രീതിയിലും എടുക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു വിഷയമാണ് എന്നോട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലൊക്കെ പലരും ചോദിച്ചിരുന്നു, ചേട്ടാ നിങ്ങൾ ഈ സ്വർണ്ണപ്പൂർ എന്നുള്ളൊരു പേരിട്ടത് ശരിയാണോ, അത് പേര് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കരിപ്പൂർ എന്ന് പറയുന്നേക്കാൾ നല്ലതല്ലേ സ്വർണ്ണപ്പൂർ? അല്ല, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ല, അതിനേക്കാൾ നല്ല പേരല്ലേ. ഇനി അതല്ല, കോൺട്രാസ്റ്റ് മീനിങ് കൊടുത്തതാണോ? എങ്ങനെ വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. കരിപ്പൂർ വിമാനത്താവളം അവരുടെ പേര് മാറ്റുകയാണെങ്കിൽ എൻ്റെ സ്വർണ്ണപ്പൂർ എന്നുള്ള പേര് മാറ്റാൻ ഞാൻ റെഡിയാണ്. അവരാദ്യം മാറ്റി വരണം. അതൊരു ബന്ധമില്ല. ഇത് ശരിക്കും ആ ഒരു പേര് അല്ല. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ ചോദിച്ചു, ഈ മോഡേൺ ജേർണലിസത്തെ കുറിച്ച്. അതായത് കണ്ട അണ്ടനും അടകോടനും ഒക്കെ ജേർണലിസ്റ്റുകളാവാം, അല്ല ഇതിനെക്കുറിച്ച് വിവരമോ ജനറൽ നോളജോ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കാനുള്ള കഴിവാണ് ഇന്നത്തെ കാലത്ത് ജേർണലിസം എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്. അതിനെ എങ്ങനെ കാണണമെന്നുള്ളത് ഞാൻ പറയുന്നു, നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത്? സന്തോഷ് പണ്ഡിറ്റ് എന്തോ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത്? ഭൂരിഭാഗം ഓൺലൈൻ മീഡിയകളിലെ ഒരു ഇതെടുത്ത് നോക്കുക. നടിയുടെ പുതിയ കോസ്റ്റ്യൂം കണ്ട് നാട്ടുകാർ ഞെട്ടി, മറ്റോളും ഇവനും തമ്മിലുള്ള ബന്ധം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ ഞെട്ടണം? അല്ല ഞാൻ പറയുന്നത് ഭൂരിഭാഗം ന്യൂസ് ഇങ്ങനല്ലേ, ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മുഖ്യമന്ത്രിക്ക് ഇനി പൊളിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇവൻ കൊടുത്ത മറുപടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പ്രധാനമന്ത്രിക്ക് ഇവള് കൊടുത്ത മറുപടി കണ്ടോ ഞെട്ടും. പ്രേക്ഷകർ ഞെട്ടി തീരുമാനമാവും. ഞാൻ ചോദിക്കുന്നു, ഇതാ അപ്പം നിങ്ങളൊരു ലൈക്കും ഷെയറും കിട്ടിയാലല്ലേ മുന്നോട്ട് പോകുള്ളൂ. വിവാദങ്ങൾ ഉണ്ടെങ്കിലല്ലേ 10 മനുഷ്യന്മാർ കാണുള്ളൂ. ഇതായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മറുപടി. ഇത് തന്നെയാണ് എൻ്റെ സിനിമയിലും പറയുന്നത്, ഇത് തന്നെയാണ് നമ്മളെ ഓൺലൈൻ മീഡിയയിലെ കോർപ്പറേറ്റായ പെൺകുട്ടിയും പറയുന്നത്. ഇവനോടതാണ്, ഞങ്ങൾക്ക് ഇവിടെ വിദ്യാഭ്യാസമൊന്നും പ്രശ്നമില്ല മാഡം, ഞാൻ MC ആണ്, നിങ്ങൾ എന്തോ ആയിക്കോ, നിങ്ങളിനി 7ാം ക്ലാസ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തരുന്നത് വിവാദമാകണം.